ചരിച്ചുള്ള ഒരു ഡിസൈൻ പാറ്റേൺ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഷിംഗിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, 1-2 കസേരകൾ ഇടാനുള്ള ഒരു സ്പേസ് സിറ്റൗട്ടിന് ഉള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയയിലാണ് കേട്ടോ. 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ അടുക്കളയുടെ സ്ഥാനം. അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ അടുക്കളയാണ്. അടുക്കളയ്ക്കുള്ളിലെ പോലെ തന്നെ നല്ല സ്ഥല സൗകര്യം ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നാട്ടിൽ അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്ന, ചെറിയ ശമ്പളമൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ പണികളുണ്ട്. നാട്ടിൽ ജീവിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രഷർ കാരണം വിദേശത്തേക്ക് കയറി പോകേണ്ടി വരുന്നത് പുതിയ ജോലിക്ക് വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ ചെയ്യാത്ത പല പണികളും വിദേശത്ത് പോയി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് നാട്ടിലൊരു വീട് വെക്കണം, അല്ലെ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു വീടുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സ്റ്റാർട്ടഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മറക്കണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുഴുവേലിപ്പടിയാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെയും കുഴുവേലിപ്പടിയുടെയും ഇടയിലായിട്ടുള്ള ഒരു പ്ലേസിലായിട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഇതാ ഈ കാണുന്ന വീടാണ് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. 4 സെന്റിനകത്തായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂം ഉള്ള വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം ഏകദേശം 7.5 കിലോമീറ്ററോളമാണ്. ആ കാണുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് വരാനുള്ള വഴി. അപ്പോൾ ഇവിടെ പുതിയ വീടുകളും മറ്റുമൊക്കെ വരാൻ പോകുന്നുണ്ട്. ലാൻഡ് ചെറിയ പ്ലോട്ടുകളും മറ്റുമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള വഴിയാണിത്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ ചുറ്റുമതിൽ വലിയ ഡിസൈൻസോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഗേറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ GIയുടെ സ്ക്വയർ ട്യൂബ് ആണ് ഗേറ്റിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ MS-ന്റെ ഷീറ്റിനകത്ത് നല്ല CNC കട്ടിങ് ഒക്കെ വരച്ചോ നല്ലൊരു ഡിസൈൻ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഗേറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പാകത്തിലായിട്ടാണ് ഇവരിവിടെ ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മെഷ് ഡിസൈനും മറ്റുമൊക്കെ ഗേറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഈ ഒരു ഗേറ്റിന്റെ ഈ ഒരു മതിലിന്റെ തൂണിന് മുകളിലായിട്ട് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന തരത്തിലുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഇനി ഈ വീടിന്റെ ഡിസൈനെ നോക്കി മൊത്തത്തിൽ നോക്കി ഒരു ബോക്സ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അത് ചരിച്ചുള്ള ഒരു ഡിസൈൻ പാറ്റേൺ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഷിംഗിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിലായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്കും മറ്റു കാര്യങ്ങളും കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നല്ല സ്പോട്ട് LED ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളോ മറ്റു കാര്യങ്ങളൊന്നും ഫ്രണ്ടിലില്ല. പിന്നെ 2-വേ LED ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ്. നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കടപ്പക്കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ഇടഭാഗങ്ങളിലെല്ലാം പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകൾ വിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയൊരു വാഹനം സുഖമായിട്ടും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പേസ് ഈ ഒരു കവേർഡുള്ള കാർ പാർക്കിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തൂണുകൾക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ വീടും ചുറ്റുമതിനുമായിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പാകത്തിലുള്ള സ്പേസ് ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നു. ഇനി ഇവിടെ അങ്ങേയറ്റത്തായിട്ടാണ് നമ്മുടെ മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാർ പോർച്ചിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ പാറ്റേൺ നോക്കി ഗ്രേയിൽ ബ്ലാക്ക് ലൈൻസ് വരുന്ന നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ ഈ ഒരു കാർ പോർച്ചിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് പവർ ഫ്ലോ പോയിന്റ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമതൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത്. അയ്യോ പാവം ഒരു വണ്ട്. പാവം എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ നേരത്തെ കാണിച്ചു കൊടുത്തേ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ തെങ്ങിനകത്തൊക്കെ ഇരിക്കുന്ന വലിയ കൊമ്പൻ ചില്ലിയാണ് തോന്നുന്നല്ലേ. എന്തായാലും കൊള്ളാം, പാവം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗാർഡനായിട്ടുള്ള വലിയ സ്പേസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു ചെടി ഇവിടെ വെച്ച് പിടിപ്പിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം സ്പേസ് മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇനി ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ. ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെയാണ് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം. സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം 1-2 കസേരകൾ ഇടാനുള്ള ഒരു സ്പേസ് സിറ്റ് ഔട്ടിന് ഉള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. തടികൾ ആഞ്ഞിലി മഹാണി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കാർ പോർച്ചിന്റെ തൂണുകൾക്ക് കണ്ട മാതിരി തന്നെ ഇവിടെ സിറ്റ് ഔട്ടിന്റെ തൂണുകൾക്കും ക്ലാഡിംഗ് സ്റ്റോൺസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഡോറിന് ഒരു ET ഫിനിഷ് ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ഹാഫ് സർക്കിൾ പോർഷനിൽ ഗ്ലാസ് പോർഷൻസ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്നുകൊണ്ട് നേരെ വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മളുടെ
ഫോമൽ ലിവിംഗ് ഏരിയയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഫോമൽ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഉള്ളിലായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം ഫോട്ടോ ഫ്രെയിംസോ കരകൗശല വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്പേസുകൾ കൊടുത്തേക്കുന്നതാണ്. താഴെയായിട്ട് ടിവിയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കാനുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലയാണ്. ആ ജനാലയുടെ മുകളിലായിട്ട് ഒരു ഫാൻസി ലൈറ്റിനെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് 3 പാളികളുടെ ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലകളാണ്. ഇവിടെ ഈ ഒരു കോർണറായിട്ട് വലിയൊരു കോർണർ സെറ്റ് ഇടാനായിട്ട് പറ്റും. ഏകദേശം 5 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിംഗിന്റെ ടൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിൽ ഒരു ചെറിയ ഗ്രേ ഡിസൈൻ വരുന്ന ടൈലുകളാണ് ആ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ സീലിംഗ് വർക്കിലേക്ക് നോക്കിയാൽ ജിപ്സം സീലിംഗ് വർക്കുകളാണ്. ആ സീലിംഗ് വർക്കുകളിനകത്ത് മിൽക്കി വരുന്നതിനുള്ള സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ ലൂവർ ഡിസൈൻസിനെയും വശങ്ങളിൽ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് മാറുന്നത്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ഏരിയ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കടന്നു പോകുന്നു. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ്. വി ഗാർഡിന്റെ വയറിംഗ് ആണ്. ലെഗ്രാൻഡിനെയാണ് ബ്രേക്കേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ വാഷ് ഏരിയ സ്റ്റെയറിന് കീഴായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹിൻവെയറിനെയാണ് ഈ ഒരു വാഷ് ബേസിൻ. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയ റെക്ടാംഗിൾ ഷേപ്പിലുള്ള വലിയൊരു മിററും LED ലൈറ്റും കൊടുത്തിരിക്കുകയാണ്. മൾട്ടിവുഡിലാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നു. ഇവിടെ ഈ ഒരു സ്റ്റെയറിന് അടിയിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി ഫ്ലോറിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഫ്ലോറിംഗിനകത്തായിട്ട് നമുക്ക് കിട്ടുക. ഡൈനിങ് ഏരിയയിലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകൾ പോയിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും വെച്ച് തന്നെയാണ് ഈ ഒരു സീലിംഗ് വർക്കിനെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു. ഗ്ലാസിന്റെ പാർട്ടീഷൻസ് നമുക്ക് കാണാം. ഇത് പൂർണ്ണമായിട്ട് മൾട്ടിവുഡിലാണ്. മുകളിൽ CNC കട്ടിങ് വരുന്ന നല്ല ഡിസൈൻ വർക്കുകൾ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് നമ്മളുടെ സെർവ് ഏരിയ വരിക. ഇത് ഗ്രാനൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള വ്യത്യസ്ത നിറങ്ങൾ പൊഴിക്കുന്ന 2 LED ലൈറ്റുകളെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയായിട്ടാണ് നമ്മളുടെ അടുക്കളയുടെ സ്ഥാനം. അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ അടുക്കളയാണ്. 2-3 പേർക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലിപ്പം അടുക്കളയ്ക്കുള്ളിൽ കിട്ടുന്നു. L ഷേപ്പിലെ ടോപ്പ് ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബിന്റെ സ്പേസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഒറ്റപ്പാളിയുടെ ഒരു ജനാല അവിടെ വരുന്നു. ഇവിടെയായിട്ടും ഒരു ഒറ്റപ്പാളിയുടെ ജനാല വരുന്നു. മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്വിച്ച് പോയിന്റുകൾ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. സാധാരണഗതിയിൽ നിന്ന് ഉയരത്തിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും പ്രൊഫൈൽ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. ഹിൻവെയറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രോ സിസ്റ്റംസിനുള്ള സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നതാണ് വരും. അടുക്കള മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ്. അതിന്റെ സ്വിച്ച് പോയിന്റ് ഇവിടെയായിട്ടാണ്. അടുക്കളയ്ക്കുള്ളിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെയും സ്ട്രിപ്പ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡോറിന്റെ 2 പോർഷൻ ഗ്ലാസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ ഇറങ്ങി വരുന്ന നല്ല സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നോക്കിയാൽ നല്ല സ്ഥല അടുക്കളയ്ക്കുള്ളിലെ പോലെ തന്നെ നല്ല സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നീളത്തിനായിട്ട് ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് കീഴായിട്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസും ഇവിടെയും ആവശ്യാനുസരണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ജിയുടെ സ്ക്വയർ ട്യൂബും മറ്റും വെച്ചിട്ടാണ് ഈ ഒരു വിൻഡോയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുക്കളയ്ക്കുള്ളിൽ നേരത്തെ കണ്ട സ്പേസിൽ ഫ്രിഡ്ജ് വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയ്ക്കുള്ള സ്പേസ് ഒട്ടും തന്നെ നമുക്ക് നഷ്ടപ്പെടില്ല. അത്യാവശ്യമുള്ള സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതുകൂടാതെ അടുക്കളയിലെ ആ ഒരു സിങ്ക് കൂടാതെ ഇവിടെയും ഒരു സിങ്കിന്റെ സ്ഥാനം നമുക്ക് കാണാൻ പറ്റും. അതിനടിയിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നേരെ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇവിടെ വെള്ളത്തിന്റെ മെയിൻ സ്രോതസ് കിണർ തന്നെയാണ്. KW വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ മുൻവശം വരെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാനായിട്ട് പറ്റും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് അടുക്കള മുറ്റത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ബേബി മെറ്റൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ഥല സൗകര്യം ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വീടിനകത്തുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് കാണേണ്ടത്. മൊത്തം 3 ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത്. അതിനകത്ത് ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി 2 ബെഡ്റൂമുകളെ മുകളിലത്തെ നിലയിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോർ കഴിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം.
കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് ഇവിടെ കിട്ടുന്ന ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 130 സ്ക്വയർ ഫീറ്റുകളും ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റൂമിൽ ഒറ്റ ഭിത്തിയിൽ മാത്രമാണ് ജനാലകൾ വരുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. 3 ഡോറുകളുള്ള വാർഡ്രോബാണ്. മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിലെ 70% ഈ ഒരു വാർഡ്രോബിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് മിറർ നമുക്ക് കാണാം. അതിനുള്ളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ലിവിംഗിലും ഡൈനിങ്ങിലും അടുക്കളയിലും നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ്. സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. ജിപ്സം സീലിംഗ് വർക്കുകൾ തന്നെയാണ്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് വൈറ്റ് ലൈറ്റുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇതാ ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. ബാത്റൂമിന് ഇവർ കൊടുത്തിരിക്കുന്നത് PVC ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഒരുപാട് വലിയ ബാത്റൂം അല്ല, ഒരു മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ബാത്ത് ഏരിയയുടെ ക്ലോസറ്റ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. ഹിൻവെയർ ആണ് ക്ലോസറ്റ് സെറ്റ്. ഏറ്റവും മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് നമുക്ക് കാണാം. തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. മധ്യഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയയുടെ സ്ഥാനം. വലിയ റെയിൻ ഷവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിന്റെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഹിൻവെയറിന്റെയാണ് വാഷ് ബേസിൻ. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം. സ്റ്റെയറിന്റെ കൈവരികൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയറിന്റെ കൈവരികളെ നിർമ്മിച്ചിരിക്കുന്നത്. പടികളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ്. വശങ്ങളിൽ ഫ്ലോറിംഗിൽ കൊടുത്തിരിക്കുന്ന സെയിം കളർ ടൈലുകളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കയറി പോകുന്ന ഈ ഒരു വശങ്ങളിൽ നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് ലാമ്പുകളെ നൽകിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ ഇടഭാഗങ്ങളിലായിട്ട് എല്ലാം LED ലൈറ്റുകൾ വാം കളർ ടോണുള്ളത് നൽകിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല വലിയൊരു ലിവിംഗ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നു. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സ്റ്റഡി ടേബിളും ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ആ ഒരു പർഗോളയും ഈ ഒരു ജനാലയും മാത്രമാണ് മുകളിലത്തെ ഈ ഒരു ഭാഗത്തെ വെന്റിലേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരെ സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. സീലിംഗ് വർക്കുകളും താഴത്ത് കൊടുത്തേക്കുന്ന അതേ ഡിസൈൻ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ ഇനി ഇവിടെയും 2 ബെഡ്റൂമുകളാണ് നമുക്ക് കണ്ടു തീർക്കാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ഡോർ വരുന്നത്. ഈ ഡോർ തുറക്കാം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ സമാനമായ അതേ സ്ഥാനത്ത് തന്നെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല. ഈ റൂമിലും ഒരു ഭിത്തിയിൽ മാത്രമാണ് ജനാലയുടെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് മിററിനുള്ള ഓപ്ഷൻ വരുന്നു. ഇതിന്റെ തൊട്ട് ചേർന്നായിട്ടുള്ള നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നു. മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കാം. താഴത്തെ നമ്മൾ കണ്ടതും ലിവിംഗ് ഏരിയയിൽ കണ്ടതുമായ സെയിം ടൈലുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയും സീലിംഗ് വർക്കുകൾ ജിപ്സം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളല്ല, PVC ഡോസ് ആണ് ഇവിടെ ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സെയിം താഴത്തെ ബാത്റൂം നമ്മൾ കണ്ട എന്താണോ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ. ലാസ്റ്റ് പോർഷനായിട്ട് ഹിൻവെയറിന്റെ ക്ലോസറ്റ് സെറ്റ് നമുക്ക് കാണാം. അതിന് മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ്, തൊട്ട് ചേർന്നായിട്ട് ഹീറ്ററിന്റെ പോയിന്റ്, മധ്യഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയയുടെ സ്ഥാനം. വലിയ റെയിൻ ഷവറാണ്. താഴത്തെ ഫിറ്റിംഗ്സ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിന്റെ തന്നെയാണ് ഫിറ്റിംഗ്സ്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ഹിൻവെയറിന്റെ വാഷ് ബേസിനാണ്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ മൂന്നാമത്തതും അവസാനതമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾക്ക് എത്തിച്ചേരേണ്ടത്. ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോറാണ് മൂന്നാമത്തെ അവസാനതമായ ബെഡ്റൂമിന്റെ. ആദ്യത്തെ 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബെഡ്റൂം ഏകദേശം അതേ വലുപ്പമാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിലെ 2 ഭിത്തികളിലും 3 പാളികളുടെ വീതം ജനാലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം വരുന്നത്. ഈ ഭാഗത്തായിട്ട് വാർഡ്രോബ്. എല്ലാ റൂമുകളിലും ഒരേ ഡിസൈനുള്ള വാർഡ്രോബിനെയാണ് നമുക്ക് കിട്ടുന്നത്. 3 ഡോറുകൾ ഉള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ആ ഒരു വൈറ്റ് കളറിൽ ഗ്രേ ഡിസൈൻ വരുന്ന ലൈറ്റ് ആ ടൈലുകൾ തന്നെ. മുകളിലേക്ക് തൂക്കിയാൽ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ജിപ്സം സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. PVC ഡോസ് ആണ് ഇവിടെയും ബാത്റൂമിനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്റൂമിന്റെ ഡിസൈൻ നോക്കാം. വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം ഡിസൈൻസ് ഒക്കെ തന്നെയാണ്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ അവസാനം ഹിൻവെയറിന്റെ ക്ലോസറ്റ് സെറ്റ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ്, തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. മധ്യഭാഗത്തായിട്ട് നമുക്ക് ബാത്ത് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് പോർഷനിൽ ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ഹിൻവെയറിന്റെ തന്നെ. അതിന് മുകളിലായിട്ട് മിററും കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമ്മളുടെ സ്റ്റെയറിന്റെ കൈവരികൾ വന്ന് അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. സിറ്റ് ഔട്ടിന്റെ സ്ഥലം വലിപ്പം പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ ഒരു ബാൽക്കണി സ്പേസ് അത് പരിഹരിച്ചു തരും. നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ട് കൈവരികൾ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും ടഫ് ഗ്ലാസുകളുമാണ് ഇവിടെ കിട്ടുന്നത്. താഴത്തെ പോലെ എല്ലാ തൂണുകൾക്കും ഇവിടെ വ്യത്യസ്തമായ ഒരു ഡിസൈനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും വെച്ച് തന്നെയാണ് ഈ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്ന ഒരു ഡിസൈൻ പാറ്റേൺ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നമ്മളുടെ ബാൽക്കണി ഏരിയയിലെ സീലിംഗ് ഭാഗം. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ കാണുന്ന നമ്മളുടെ അപ്പർ ലിവിംഗിലെ TV യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെയർ കാണാനായിട്ട് പറ്റും. മുകളിലത്തെ നിലയിലേക്ക് കയറുവാനായിട്ടാണ് ഇവിടെയാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലോണ്ടറി സ്പേസ് ആണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസിന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതിനുള്ള സ്വിച്ച് പോയിന്റ് മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ഉൾഭാഗത്തെ ടൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സ്റ്റെയറിന് മുകളിലേക്ക് കൊടുക്കുന്ന സ്റ്റെയർ നമ്മളുടെ സൺഷെയ്ഡിന് മുകളിലൂടെ മറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു ഭാഗത്തൂടെ തന്നെയാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറിനെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റും. നല്ല ഉയരമുള്ള ഒരു സ്പേസ് ആണ്. തൊട്ട് ചേർന്ന് തന്നെ അവിടെയായിട്ട് മറ്റുമൊക്കെ ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും. പുതിയ വീടുകൾ അവിടെ നമുക്ക് കാണാം. പുതിയ വീടുകളുടെ പണികളും മറ്റുമൊക്കെ അവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമുക്കൊരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീടിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് ഒട്ടിമടിക്കേണ്ട. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ലോണിന്റെ സൗകര്യത്തിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആദ്യം തന്നെ ഈ ഒരു വീട് നേരിട്ട് വന്ന് കാണുക, സ്ഥലം കാണുക, കണ്ട് വിലയിരുത്തുക, പണികൾ വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക, അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുപോലെ ചാനലിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.